ഹലോ മക്കളെ, എല്ലാവർക്കും സ്വാഗതം. മത്സര പരീക്ഷകളിൽ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലെത്താൻ ഓരോ ദിവസത്തെയും കറന്റ് അഫയേഴ്സ് പഠിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ 2026 ഫെബ്രുവരി 28 ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്കൊരുമിച്ച് കിടക്കാം. റെഡിയല്ലേ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരൊറ്റ ദിവസത്തെ വാർത്ത നിങ്ങളുടെ ഫൈനൽ റാങ്കിനെ അങ്ങോട്ട് മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. കാരണം എന്താണെന്നറിയോ? മത്സര പരീക്ഷകളിൽ ഓരോ മാർക്കും, എന്തിന് ഓരോ പോയിന്റും നമ്മുടെ ഭാവി തീരുമാനിക്കും. അതുകൊണ്ട് ഒരു പോയിന്റ് പോലും വിട്ടുകളയാതെ നമുക്ക് പഠിക്കാം. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മൾ ദേശീയ ശാസ്ത്രദിനത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ നമ്മുടെ കേരളത്തിലെയും ദേശീയ തലത്തിലെയും പ്രധാന വാർത്തകൾ നോക്കും. അത് കഴിഞ്ഞൊരു ചരിത്ര കായിക വിജയത്തെക്കുറിച്ചറിയും. ഏറ്റവും അവസാനം പഠിച്ച കാര്യങ്ങൾ തലയിൽ ഉറപ്പിക്കാൻ ഒരു ക്വിക്ക് റീക്യാപ്പും ഒരു ചെറിയ ക്വിസും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ ആദ്യത്തെ വിഷയം ദേശീയ ശാസ്ത്ര ദിനമാണ്. ഒരു കാര്യം ഓർക്കണേ, പരീക്ഷ നടത്തുന്നവർക്ക് ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചോദിക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടിത് ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ എന്തിനാണ് നമ്മൾ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത്? കാരണം 1928 ഇതേ ദിവസമാണ് നമ്മുടെ സ്വന്തം സർ CV രാമൻ ഇഫക്റ്റ് എന്ന ലോകപ്രശസ്തമായ കണ്ടുപിടുത്തം നടത്തിയത്. ഈ കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് പിന്നീട് നോബൽ സമ്മാനം വരെ ലഭിച്ചത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് ഓർത്തുവെക്കുക. ഫെബ്രുവരി 28, CV രാമൻ ഇഫക്റ്റ്. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്കൊരു 5 സ്റ്റാർ ഇമ്പോർട്ടന്റ് പോയിന്റാണ്, മറക്കല്ലേ. ഇനി ഈ സ്ലൈഡിൽ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2026 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം അല്ലെങ്കിൽ തീം ഇതാണ്: ഇൻഡിജിനസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത്, അതായത് വികസിത് ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. എന്താണ് ഈ വികസിത് ഭാരത്? 2047 ആകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്ന നമ്മുടെ വലിയ ലക്ഷ്യമാണിത്. അപ്പോൾ ഈ പ്രമേയം അതേപടി കാണാതെ പഠിച്ചോളൂ, കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ തീം നേരിട്ട് ചോദിക്കാറുണ്ട്. ശരി, ഇനി നമുക്ക് നേരെ നമ്മുടെ സ്വന്തം കേരളത്തിലെ ചില പ്രധാന വാർത്തകളിലേക്ക് വരാം. പ്രത്യേകിച്ച് കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മാർക്ക് പോലും മിസ്സാക്കരുത്. കേരളത്തിൽ നിന്ന് 3 പ്രധാന അപ്ഡേറ്റുകളാണ് നമുക്കുള്ളത്. ഒന്ന്, യുനെസ്കോയുടെ സാഹിത്യ നഗരമെന്ന പട്ടം നേടിയ നമ്മുടെ കോഴിക്കോട് മലയാള സാഹിത്യത്തിനായി ഒരു സഞ്ചരിക്കുന്ന സാഹിത്യോത്സവം തുടങ്ങുന്നു. 2, 2026 ഹരിവരാസനം പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞനായ SP വെങ്കടേഷിന്. ഈ പേര് മറക്കരുത്, ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി, നമ്മുടെ കുടുംബശ്രീ പുതിയ തലമുറയെ, അതായത് ജെൻ സെഡിന് ലക്ഷ്യമിട്ട് അതേ പേരിലൊരു ഫുഡ് ശൃംഖല തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ദേശീയ തലത്തിലുള്ള 2 പ്രധാന വാർത്തകൾ നോക്കാം. ഒന്ന് പ്രതിരോധ രംഗത്തും മറ്റൊന്ന് പൊതുസേവന രംഗത്തും വന്ന 2 കിടിലൻ മാറ്റങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമാണ്. ഇന്ത്യൻ വ്യോമസേന സ്കൈ സ്റ്റിംഗ് എന്ന പേരിൽ ഒരു പുതിയ മിസൈൽ വാങ്ങാൻ പോവുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ ഇതൊരു BVR മിസൈലാണ്, അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച്. സിമ്പിളായി പറഞ്ഞാൽ പൈലറ്റിന് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള കിലോമീറ്ററുകൾ ദൂരെയുള്ള ശത്രുവിനെ വരെ കൃത്യമായി തകർക്കാൻ ഈ മിസൈലിന് കഴിയും. പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്താണെന്നാൽ ഈ മിസൈൽ നമ്മൾ വാങ്ങുന്നത് ഇസ്രയേലിൽ നിന്നാണ്. അടുത്തത് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ട്രെയിൻ യാത്രക്കിടയിൽ എന്തെങ്കിലും അപകടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായാൽ അതിന്റെ നഷ്ടപരിഹാരത്തിനായി ഇനി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ERCT എന്ന പുതിയൊരു ഓൺലൈൻ പോർട്ടൽ വഴി ക്ലെയിമുകൾ പൂർണ്ണമായും ഓൺലൈനായി തന്നെ ഫയൽ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് റെയിൽവേയുടെ 52 ആഴ്ചകളിൽ 52 പരിഷ്കാരങ്ങൾ എന്നൊരു പദ്ധതിയുടെ ഭാഗമാണ്. ഈ പേര് തന്നെ ഒരു ചോദ്യമായി വരാൻ നല്ല സാധ്യതയുണ്ട്. ഇനി കുറച്ച് ആവേശമുണർത്തുന്ന വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യൻ കായിക രംഗത്ത് നമ്മുടെയെല്ലാം നെഞ്ചുവിരിക്കുന്നൊരു ചരിത്ര വിജയം പറഞ്ഞ ദിവസമാണിത്. ഈ സ്ലൈഡിലെ നമ്പർ ശ്രദ്ധിച്ചോ? 1. കാരണം ചരിത്രത്തിലാദ്യമായി നടന്ന ഖോ ലോകകപ്പിലാണ് ഇന്ത്യ ഈ വിജയം സ്വന്തമാക്കിയത്. ഓർക്കുക, ആദ്യത്തേത് എന്ന് കേൾക്കുന്ന എന്തും പരീക്ഷയിലെ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. വിജയം 1 അല്ല 2 അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഡൽഹിയിൽ വെച്ച് നടന്ന ആദ്യ ഖോ ലോകകപ്പിൽ നമ്മുടെ പുരുഷ ടീമും ലോക ചാമ്പ്യന്മാരായി, നമ്മുടെ വനിതാ ടീമും ലോക ചാമ്പ്യന്മാരായി. ഇതൊരു ഡബിൾ ധമാക്കയാണ്. അപ്പോൾ വേദി എവിടെയായിരുന്നെന്ന് ചോദിച്ചാൽ ഉത്തരം ഡൽഹി. ശരി, അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി പഠിച്ചതൊക്കെ തലയിലുണ്ടോയെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? അതിനായി ഒരു റാപ്പിഡ് ഫയർ റിവിഷനും ഒരു ചെറിയ ടെസ്റ്റും. എല്ലാവരും തയ്യാറായിക്കോളൂ. നമുക്ക് വേഗത്തിലൊന്ന് ഓർത്തെടുക്കാം. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം. കാരണം രാമൻ ഇഫക്റ്റ്. 2026 തീം വികസിത് ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. ഹരിവരാസനം പുരസ്കാരം SP വെങ്കിടേഷ്. സ്കൈസിംഗ് മിസൈൽ ഇസ്രായേലിൽ നിന്നുള്ള BVR മിസൈൽ. ഖോ ലോകകപ്പ് പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഓക്കെ അല്ലേ? ക്വിസ് ടൈം.
ഇതാ വരുന്നു ഒന്നാമത്തെ ചോദ്യം. 2026 ദേശീയ ശാസ്ത്രദിനത്തിന്റെ പ്രമേയം എന്താണ്? നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്ത കാര്യമാണ്. ഒന്നോർത്തു നോക്കൂ. കിട്ടിയോ? ഉത്തരം ശരിയാക്കിയ എല്ലാവർക്കും എന്റെ വക ഒരു വലിയ കൈയടി. ഇൻഡിജിനസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ കേരള വാർത്തകളിൽ നമ്മൾ കണ്ടൊരു പേരാണത്. 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം പ്രശസ്ത സംഗീതജ്ഞൻ SP വെങ്കടേഷ്. കൃത്യമായി ഓർത്തുവെക്കണേ. അവസാനത്തെ ചോദ്യം കുറച്ചുകൂടി ആവേശത്തോടെ. നമ്മുടെ കായിക താരങ്ങൾ ചരിത്രം കുറിച്ച ആ വേദി ഏതായിരുന്നു? എവിടെ വെച്ചാണ് ഇന്ത്യ ആദ്യ ഖോ-ഖോ ലോകകപ്പ് നേടിയത്? അതെ, ഡൽഹിയിൽ വച്ച് നമ്മുടെ പുരുഷ വനിതാ ടീമുകൾ ഒരുമിച്ച് കിരീടം ചൂടിയ അതേ വേദിയിൽ വച്ച്. അപ്പോ നമ്മൾ ഇന്നത്തെ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം. നമ്മുടെ ദേശീയ ശാസ്ത്രദിനത്തിന്റെ പ്രമേയവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ യാത്രയിലെ അടുത്ത വലിയ നാഴികക്കല്ല് എന്തായിരിക്കാം? ചിന്തിക്കുക, പുതിയ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുക. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക.